Hi all, welcome to Manorama Horizon's YouTube classes. ഇന്ന് നമ്മൾ നമ്മുടെ 9th സ്റ്റാൻഡേർഡിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ പാട്ട് പാടാൻ അറിയാം? ഇനിയിപ്പോൾ ഒരു ഓപ്പൺ സ്പേസിലോ ഒരു ഒത്തിരി പേരുടെ മുന്നിലൊന്നും പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ബാത്റൂമിലെങ്കിലും പാട്ട് പാടുന്നവരായിരിക്കും അല്ലേ, അതായത് ബാത്റൂം സിംഗേഴ്സ്. ഇനിയിപ്പം എന്തുകൊണ്ടായിരിക്കും നമ്മൾ ബാത്റൂമിൽ പാട്ട് പാടാൻ പ്രിഫർ ചെയ്യുന്നത്? എന്തൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ബാത്റൂമിൽ നമ്മൾ ഇങ്ങനെ പാട്ട് പാടി കേൾക്കുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കാൻ നമുക്ക് തന്നെ ഒരു പ്രത്യേകത ഒക്കെ തോന്നും. അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സൗണ്ട് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, ഹൗ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പം എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല അല്ലേ? സോ ഹൗ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രൊപ്പഗേറ്റഡ്. പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അതിനുശേഷം ഹൗ ദ അതർ പേഴ്സൺ അല്ലെങ്കിൽ എങ്ങനെ ആ സൗണ്ട് ലിസൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ട്യൂണിംഗ് ഫോക്ക് ഉണ്ട്. നമ്മൾ ഈ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളൊരു വാട്ടർ സർഫേസിൽ പ്ലേസ് ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെ ഇമ്മേഴ്സ് ചെയ്തോ ലൈക്ക് നമ്മൾ എങ്ങനെ വേണേലും പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വാട്ടർ സർഫേസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ റിപ്പിൾസ് ജനറേറ്റ് ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ അവിടെ ഒരു വെള്ളം ഇങ്ങനെ തുള്ളിക്കളിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയാം അവിടെ വേവ്സ് ജനറേറ്റ് ആയി എന്നൊക്കെ പറയും. ഓക്കെ, സോ നമ്മൾ അവിടെ എന്ത് കൺഫേം ചെയ്തു? അവിടെ സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വേറെ കുറേ ടെക്നിക്സ് ഉണ്ട്, നമുക്കറിയാമെന്നല്ലേ. ജസ്റ്റ് ഇപ്പം ക്ലാപ്പ് ചെയ്ത സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല ഒരു ബെഞ്ചോ ഡെസ്കൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ബെഞ്ച് തട്ടിയൊക്കെ ശബ്ദം ഉണ്ടാകും അല്ലേ? സോ ക്ലാപ്പിംഗ്, ടാപ്പിംഗ്, അല്ലെങ്കിൽ സ്ക്രാച്ചിങ്, എഗെയിൻ ഈവൻ ഒരു കാറ്റടിക്കുന്ന ബ്ലോയിങ്ങിൽ പോലും സൗണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ വേരിയസ് ടെക്നിക്സ് ഉണ്ട് സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് പറയാൻ പറ്റും സൗണ്ട് എങ്ങനെയാണ്, വൈബ്രേഷൻ ആണ് ആക്ച്വലി ഇത് കോസ് ചെയ്യുന്നത് അല്ലേ? സോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ദി വൈബ്രേഷൻ ഓഫ് ആൻ ഓബ്ജെക്ട്, അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ആൻഡ് ഫ്രം മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് എന്ന് പറയും. ഇനി ഈ വൈബ്രേഷൻ ഈവൻ നമ്മൾ ഹ്യൂമൻസിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും വൈബ്രേഷൻ ഇൻ ആർ വോക്കൽ കോഡ്സ്. ഓക്കെ, വൈബ്രേഷൻ ആർ വോക്കൽ കോഡ്സ് കാരണമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി നോ ദി വേരിയസ് ടെക്നിക്സ് ടു പ്രൊഡ്യൂസ് സൗണ്ട്. ഓക്കെ, so coming to the propagation of sound, so we discussed about the production of sound. അടുത്തായിട്ട് വരുന്നത് എന്താണ്? പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈബ്രേഷൻ ആണ് എന്ത് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഈ സൗണ്ട് ട്രാവൽ ചെയ്യണമല്ലോ, അതായത് പ്രൊഡ്യൂസ് ചെയ്ത ആളിൽ നിന്നും ലിസൺ ചെയ്യുന്ന ആളിലേക്ക് ഈ സൗണ്ട് എത്തണ്ടേ. അപ്പം ഈ സൗണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യണമെങ്കിൽ അവിടെ ഒരു മീഡിയം വേണം. ഓക്കെ, അതായത് ദ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ത്രൂ വിച്ച് ദിസ് സൗണ്ട് ഇസ് ട്രാവലിംഗ്, അതിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് സൗണ്ട് ലിസണർ വരെ എത്തണമെങ്കിൽ ഈ പ്രൊഡ്യൂസർക്കും ലിസണറിൻ്റെയും ഇടയിൽ ഒരു മീഡിയം വേണം. ഇനി അപ്പം സൗണ്ട് ത്രൂ ദ വൈബ്രേഷൻ ഓഫ് ഓബ്ജെക്ട് ദ സൗണ്ട് ഇസ് ഗെറ്റിംഗ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദാറ്റ് ഇസ് ഗെറ്റിംഗ് പ്രൊപ്പഗേറ്റഡ്. ഇനി എങ്ങനെയാണ് ഈ സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസറിൽ നിന്ന് ലിസണറിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ആ മീഡിയത്തിൽ ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ മീഡിയം ക്യാൻ ബി എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ആവാം. ജനറലി ഇപ്പം നമ്മൾ പറയുമ്പോൾ പൊതുവെ എയർ ഒക്കെയാണ് മോസ്റ്റ് കോമൺ മീഡിയം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് ലിസണറിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് ആ മീഡിയത്തിൽ അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാണ് ഈ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് എങ്ങനെയാണ് ഈ സൗണ്ട് ട്രാവൽ ചെയ്ത് പോകുന്നത്? ആ പാർട്ടിക്കിൾസിൻ്റെ മീഡിയം അവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പം നമുക്കിവിടെ നമ്മുടെ സോഴ്സ്, സൗണ്ടിൻ്റെ സോഴ്സ് ഇവിടെ നിൽക്കുവാണ്. ഇനി ഇവിടെയാണ് നമ്മുടെ ലിസണർ നിൽക്കുന്നത്. അപ്പം എങ്ങനെ ഈ സൗണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തും? ഇവിടെ മൊത്തം മീഡിയം. ഓക്കെ, ഇതാണ് നമ്മുടെ മീഡിയം എന്ന് വെക്കുക. സോ ഇവിടെയുള്ള പാർട്ടിക്കിൾസ്, ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ഈ പാർട്ടിക്കിൾസ്, ഇവിടെ നിൽക്കുന്ന പാർട്ടിക്കിൾ ഇവിടം വരെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാണോ സംഭവിക്കുക? അതാണോ സംഭവിക്കുക? ആക്ച്വലി അങ്ങനെയല്ല പോകുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെ, ഈ സോഴ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ സെറ്റ് ദി പാർട്ടിക്കിൾസ് നിയർ ടു ഇറ്റ് ഇൻ ടു വൈബ്രേഷൻ. ഓക്കെ, അപ്പം ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്കിൾസ് വിൽ സ്റ്റാർട്ട് ടു വൈബ്രേറ്റ്. ഓക്കെ, സോ ഈ പാർട്ടിക്കിൾസ് ഇനീഷ്യലി അവരുടെ മെയിൻ പൊസിഷനിലായിരിക്കും. പാർട്ടിക്കിൾസ് അവിടെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു ഇനീഷ്യൽ റീജിയനിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ്, ആ വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് അവർ അടുത്ത റീജിയനിലെ പാർട്ടിക്കിൾസിന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അടുത്ത റീജിയനിലെ പാർട്ടിക്കിൾസിന് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്ന ആളുകൾ they'll come back to rest.
ഓക്കെ, അപ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു വൈബ്രേഷൻ, ഒരു ഫോഴ്സ് അടുത്തൊരു സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം എന്താണ്, ഈ പാർട്ടിക്കിൾസ് റെസ്റ്റിലേക്ക് തിരിച്ചു പോകും. സോ അങ്ങനെ ആ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി ആക്ച്വലി സംഭവിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്. അല്ലാതെ ഈ പാർട്ടിക്കിൾ അല്ല, പാർട്ടിക്കിൾ മോഷനിലാണ്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്നു. സോ പാർട്ടിക്കിൾ അവരുടെ മെയിൻ പൊസിഷനിൽ നിന്ന് they will start to vibrate and then they will settle down. ഓക്കെ, ആ എനർജി അടുത്ത സെറ്റ് ഓഫ് പാർട്ടിക്കിൾസിന് കൊടുത്തിട്ട് അവർ സെറ്റിൽ ഡൗൺ ആവും. സോ പാർട്ടിക്കിൾസ് ആക്ച്വലി മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൺ പ്ലേസ് ടു ദ അതർ ആയിട്ട് മൂവ്മെന്റിൽ ഇല്ല. ഇറ്റ് ഈസ് ദാറ്റ് എനർജി ഓർ വി വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് ഇസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ് എന്ന് പറയും. ഓക്കെ, സോ എന്താണ് ഡ്യൂറിങ് ദിസ് motion or during this propagation, എന്താ സംഭവിക്കുന്നത്, the disturbance that is created by this source that is getting travel through the medium, and it is not the particles that is traveling through the medium. Okay, so it is the disturbance that is getting traveled and it is not the particles. Okay, so it is the disturbance created by the source that is getting traveled, അല്ലെങ്കിൽ that is getting moved, and എന്താണ്, പാർട്ടിക്കിൾസ് അല്ല ആക്ച്വലി മൂവ് ചെയ്യുന്നത്, ഡിസ്റ്റർബൻസ് ആണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയൊരാളെ കണ്ടുപിടിക്കുകയാണ്, വേവ്. ഓക്കെ, സോ ഈ ഡിസ്റ്റർബൻസിനെ നമ്മൾ വേവ് എന്ന് വിളിക്കുന്നു. സോ വേവ് എന്താണ്, വേവ് ഇസ് എ ഡിസ്റ്റർബൻസ്. ഓക്കെ, സോ ദിസ് വേവ് ഇറ്റ്സ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് മൂവ്സ് ത്രൂ ദ മീഡിയം ആൻഡ് what will happen, so when the particles of the medium set neighboring particles into motion. അപ്പോൾ ഈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്റ്റർബൻസിനെ നമ്മൾ വേവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താണ് ഗെറ്റിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് ആണോ? അല്ല, പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം അല്ല മൂവ് ചെയ്യുന്നത്, പകരം ഇറ്റ് ഈസ് ദ വേവ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്, അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസിനെ നമ്മൾ വേവ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇങ്ങനെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഓക്കെ, വൺ മോർ തിങ് ഇസ് ദാറ്റ് എന്താണ്, സൗണ്ട് വേവ്സിനെ നമുക്ക് മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കാം. These sound waves are characterized by the motion of particles in the medium. So ഇതിനെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിച്ചു. റിമെമ്പർ ദാറ്റ് ദിസ് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഡസന്റ് മീൻ എന്ത്, ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പാർട്ടിക്കിൾ പോയി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ദി പാർട്ടിക്കിൾസ് ആർ സെറ്റ് ഇൻ ടു വൈബ്രേഷൻ. അവരവരുടെ മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ സൗണ്ട് വേവ്സ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഇങ്ങനെ ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ്, ഇങ്ങനെ ഈ ഡിസ്റ്റർബൻസ് ക്യാരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേഷനിൽ certain regions of എന്താണ് ഹൈ ഡെൻസിറ്റി ആൻഡ് ലോ ഡെൻസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ്, അതായത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും, മീഡിയത്തിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ certain regions ഓഫ് ഹൈ ഡെൻസിറ്റി ഉണ്ടാവും, certain regions ഓഫ് ലോ ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ എന്ന് പറയും. സോ കംപ്രഷൻ എന്താണ്, കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ the vibrating object is moving forward. Okay, vibrating object ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു റീജിയൻ ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രണ്ട് ഓഫ് ദി എയർ ദാറ്റ് ഇസ് ഇൻഫ്രണ്ട് ഓഫ് ഇറ്റിനെ അത് കംപ്രസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യും എന്നൊക്കെ നമുക്ക് പറയാം. സോ അവിടെ ഒരു റീജിയൻ ഓഫ് ഹൈ ഡെൻസിറ്റി ഉണ്ടാവുന്നുണ്ട്. ഈ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വെൻ ആൻ ഓബ്ജെക്ട് ഇസ് മൂവിങ് ഫോർവേഡ് ഇറ്റ് പുഷസ് ദി എയർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ റീജിയൻ ഓഫ് high pressure. Okay, it compresses the air in front of it, it pushes the air in front of it and a region of high pressure create ചെയ്യുന്നു. സോ ഇതിനെ നമ്മൾ കംപ്രഷൻ എന്ന് വിളിക്കുന്നു. സിമിലർലി when an object is moving backward എന്താ സംഭവിക്കുന്നു, it creates a region of low pressure. ഇതിനെ നമ്മൾ rarefaction എന്ന് വിളിക്കുന്നു. Okay, so compression is a region of high pressure, rarefaction is a region of low pressure. Okay, this is what is happening when a sound wave is propagating through a medium. Now സോ ഒരു സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടായിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ കംപ്രഷനോ റെയർഫാക്ഷനോ അല്ല, a series of compression or rarefaction will be created during the propagation of this sound waves. So as you can see here, എന്താണ് ഇവിടെ ഒരു ട്യൂണിംഗ് ഫോക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു സീരീസ് ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡ്യൂറിംഗ് ദി പ്രൊപ്പഗേഷൻ ഓഫ് ദി സൗണ്ട് a series of compression and a series of rarefaction is getting created here. സോ ഈ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ടിനെ നമുക്ക് പ്രൊപ്പഗേഷൻ ഓഫ് ഡെൻസിറ്റി വേരിയേഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് പ്രഷർ വേരിയേഷൻസ് ആയിട്ട് പറയാൻ പറ്റും. സോ കംപ്രഷൻ ഇസ് എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ, വി ഓൾറെഡി ടോൾഡ് അല്ലെ റീജിയൻ ഓഫ് ഹൈ ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി റെയർഫാക്ഷൻ ഇസ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ അല്ലെങ്കിൽ റീജിയൻ ഓഫ് ലോ ഡെൻസിറ്റി. സോ
സൗണ്ടിന്റെ പ്രൊപ്പഗേഷനെ നമുക്ക് എന്തിന്റെ പ്രൊപ്പഗേഷൻ ആയിട്ടും പറയാം? പ്രൊപ്പഗേഷൻ ഓഫ് ഡെൻസിറ്റി വേരിയേഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് പ്രഷർ വേരിയേഷൻ ആയിട്ട് പറയാം. സോ സൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണമെന്ന് നമ്മൾ ഇനീഷ്യലി ഒന്ന് പറഞ്ഞു വെച്ചായിരുന്നു. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒന്നും കൂടെ നമ്മളൊന്ന് ഊന്നി പറയാണ്, ദാറ്റ് സൗണ്ട് നീഡ്സ് എ മീഡിയം ഫോർ ഇറ്റ് ടു ട്രാവൽ. സോ സൗണ്ട് ഡെഫിനറ്റ്ലി നീഡ്സ് എ മീഡിയം ഫോർ ഇറ്റ് ടു ട്രാവൽ. സൗണ്ടിന് വാക്യത്തിൽ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഈ മീഡിയം എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൽ വേണേലും ആവാം, സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഏത് സ്റ്റേറ്റിൽ വേണേലും ഈ മീഡിയം ആവാം. പക്ഷെ സൗണ്ടിന് ഒരു മീഡിയം ഇല്ലാതെ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ പറ്റത്തില്ല, വാക്യത്തിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യത്തില്ല. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് കംപ്രഷൻസ് ആൻഡ് എ സീരീസ് ഓഫ് റെയർ ഫാക്ഷൻസ്, അല്ലെ കംപ്രഷൻ ആൻഡ് റെയർ ഫാക്ഷൻ ഒരു കോമ്പിനേഷൻ വഴിയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് വയ്ക്കാം. സ്പ്രിങ് ഒരറ്റത്ത് നിങ്ങൾ പിടിച്ചിട്ടുണ്ട്, മറ്റേ അറ്റത്ത് നിങ്ങളുടെ ഫ്രണ്ടിനോടൊന്ന് പിടിക്കാൻ പറയാം. അതിനുശേഷം ഈ ഒരു സ്പ്രിങ്ങിനെ നിങ്ങളിപ്പം റൈറ്റ് സൈഡിൽ പിടിച്ചേക്കുന്നതെന്ന് വെക്കാം. ശേഷം നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അങ്ങോട്ട് നിങ്ങൾ പുഷ് ചെയ്യുകയാണ് സ്പ്രിങ്. അതിനുശേഷം നിങ്ങൾ ഒന്ന് റിലീസ് ചെയ്യുക. അപ്പം എന്താണ്, ആദ്യം ഒന്ന് അല്ലെ ഒരു ഞെക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് ഒതുങ്ങും, അതിനുശേഷം അതൊന്ന് റിലീസ് ആവും, അല്ലേ? സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു സെറ്റ് ഓഫ് റീജൻ, ഒരു പുഷ് കൊടുത്തപ്പോഴത്തേക്കും ഒരു റീജൻ ഓഫ് ഹൈ പ്രഷർ ഉണ്ടായി. ആൻഡ് അഗെയിൻ ലൂസ് ആകുമ്പോഴത്തേക്കും റീജൻ ഓഫ് അല്ലെങ്കിൽ ഒരു അകന്നിരിക്കുന്ന ഒരു റീജൻ ഉണ്ടായി, അല്ലേ? സോ ഇതുപോലെ സിമിലർലി നമുക്ക് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ പറയാൻ പറ്റും. സോ ഇവിടെ നമുക്കറിയാം ഈ മോഷൻ എങ്ങനെയാണ്, ദി ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ആണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഡയറക്ഷൻ ആയിരിക്കും. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ നമുക്ക് പറയാൻ പറ്റും in a longitudinal wave എന്താണ്, the particles in the medium will vibrate along the direction of propagation of the wave. So the particles in the medium will vibrate in a direction that is parallel to the direction of propagation. Okay, so longitudinal waves ൽ particles എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് വേവ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവിന് പാരലൽ ആയിട്ടായിരിക്കും. സോ സൗണ്ട് വേവ്സ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ പറ്റി പറയുമ്പോൾ ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് വേവ്, അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ്സിൽ ദി മീഡിയം വിൽ വൈബ്രേറ്റ്, ദി പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം വിൽ വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ particles in the medium will vibrate in a direction that is parallel to the direction of propagation of the wave. Transverse waves laanengil particles of the medium will vibrate in a direction that is perpendicular to the direction of propagation of the wave. Okay, so transverse wave example aayittu namukku light waves ne parayan pattum. Longitudinal waves example is sound waves. So sound waves are longitudinal waves. Okay, so idu already nammal paranju, sound waves propagate cheyyumbodekkum a region of compression and a region of rarefaction will be created and അതിൻ്റെ ഒരു സീരീസ് ആയിരിക്കും that is getting created there. ഇനി ഇതൊരു region of density variation അല്ലെ pressure variation അല്ലെ propagation of density variation അല്ലെങ്കിൽ propagation of pressure variation ആയിട്ട് നമുക്ക് sound propagationനെ കാണാൻ പറ്റും. ഇനി ഒരു sound propagationനെ നമ്മൾ ഒരു wave ഫോമിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ we'll get a graph like this. Okay, ഇവിടെ എന്താണ്, ഇവിടെ density or pressure variationനെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. So in order to denote the propagation of sound, ഇവിടെ നമുക്ക് കാണാൻ പറ്റും these regions അല്ലെങ്കിൽ ഈ peak values will correspond to the compression. Okay, the crest of these wave correspond to the region of high compression and the trough will correspond to the region of in the rarefaction. Okay, so the crest will correspond to the region of compression അല്ലെങ്കിൽ high density high pressure ഒക്കെ ഉള്ളത്, and trough will correspond to the region of rarefaction. Okay, അല്ലെങ്കിൽ region of low density low pressure ഒക്കെ കാണിക്കും. Okay, I hope this is clear. അപ്പം ഒരു സൗണ്ട് വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ കമ്മിങ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വേവ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? സൗണ്ട് വേവിന് ഒരു മീഡിയം വേണം ട്രാവൽ ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ സൗണ്ട് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെന്ന് പഠിച്ചു. ഇനി നമ്മൾ സൗണ്ട് വേവ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു പോവാണ്. ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്കറിയാം എന്തൊക്കെ വരും? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സ്പീഡ്, ടൈം പീരീഡ്, ഇതൊക്കെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വേവ്സ് ആയിട്ട് പഠിക്കാം.
ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞപ്പോഴത്തേക്കും സീരീസ് ഓഫ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ സൗണ്ടിനെ നമുക്കൊരു വേവ് ഫോമിൽ അല്ലെ ഡെൻസിറ്റി ഓർ പ്രഷർ വേരിയേഷൻ കൺസിഡർ ചെയ്ത് സൗണ്ടിനെ നമ്മളൊരു വേവ് ആയിട്ട് ഇതിനു മുന്നേ വരച്ചായിരുന്നു. അപ്പൊ ആ ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആ ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ so these will be the region of compressions അല്ലെ, and these will be the region of rarefactions. okay, so ഒരു കംപ്രഷൻ തൊട്ട് അടുത്ത കംപ്രഷൻ വരെ അല്ലെങ്കിൽ ഒരു ക്രസ്റ്റ് തൊട്ട് അടുത്ത ക്രസ്റ്റ് വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയും അല്ലെ. okay, so that is what we are going to see. so the distance between two consecutive compressions അല്ലെങ്കിൽ two consecutive rarefactions നെ നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കും. ഓക്കെ, രണ്ട് കൺസിക്യൂട്ടീവ് കംപ്രഷൻ അല്ലെങ്കിൽ രണ്ട് കൺസിക്യൂട്ടീവ് റെയർഫാക്ഷൻസ് തമ്മിലുള്ള ദൂരത്തിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം. So if sound wave is getting propagated like this, so this is actually the wavelength. Wavelength നമ്മൾ ലാംഡ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വേവ് ലെങ്ത് ഇസ് ഡിനോട്ടഡ് ബൈ ലാംഡ ആൻഡ് വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും. ഓക്കെ, മീറ്ററിലാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഒരു ഡിസ്റ്റൻസ് ആണല്ലോ, അപ്പം ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്, മീറ്റർ ആണ് അല്ലെ. സോ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്താ, മീറ്റർ ആണ്. സോ വേവ് ലെങ്ത് നമ്മൾ മീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് കംപ്രഷൻസ് അല്ലെങ്കിൽ ടു കൺസിക്യൂട്ടീവ് റെയർഫാക്ഷൻസ് ആണ് വേവ് ലെങ്ത്. അപ്പം ഈ രണ്ട് കംപ്രഷൻ എടുത്താൽ ഇത് രണ്ടും അല്ലേ കംപ്രഷൻ, ദി പീക്ക് വാല്യൂസ് അല്ലേ കംപ്രഷൻ കാണിക്കുന്നത്. സോ ഈ ഒരു രണ്ട് കംപ്രഷന്റെ ഇടയ്ക്കത്തെ ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ രണ്ട് കൺസിക്യൂട്ടീവ് റെയർഫാക്ഷൻസ് തമ്മിലുള്ള ദൂരവുമാകാം വേവ് ലെങ്ത്. ഓക്കെ, സോ coming to the next characteristic, that is the frequency, the number of oscillations per unit time നെ നമുക്ക് frequency of sound wave എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ റീജിയൻസ് ഓഫ് കംപ്രഷൻസ് ആൻഡ് റീജിയൻസ് ഓഫ് റെയർഫാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനീഷ്യലി ഒരു റീജിയൻ ഓഫ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹൈ ഡെൻസിറ്റി അല്ലെ, റീജിയൻ ഓഫ് ഹൈ ഡെൻസിറ്റി വരുന്നു, അതിനുശേഷം ഒരു ലോ ഡെൻസിറ്റി വരുന്നു, അതിനുശേഷം ഒരു ഹൈ ഡെൻസിറ്റിയിലേക്ക് പോകുന്നു അല്ലെ. സോ ആ ഒരു പീക്ക് വാല്യൂയിൽ നിന്ന് സെയിം അഗെയിൻ ആ പീക്ക് വാല്യൂയിലേക്ക് പോയി. സോ അത്രയത്തിന് എടുത്ത ടൈം അല്ലെങ്കിൽ ഒരു ഡെൻസിറ്റിയിൽ മാക്സിമം ഡെൻസിറ്റിയിൽ നിന്ന് എഗെയിൻ ടു റീച്ച് ദറ്റ് മാക്സിമം ഡെൻസിറ്റി, അതിൻ്റെ അടുത്ത ടൈമിനെ നമുക്ക് അങ്ങനത്തെ എത്ര ഓസിലേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതിനെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു മാക്സിമം ഡെൻസിറ്റിയിൽ നിന്ന് ഒരു വേവ് മിനിമം ഡെൻസിറ്റിയിലെത്തി, അതിനുശേഷം മാക്സിമം ഡെൻസിറ്റിയിലെത്തി. സോ ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ഓസിലേഷൻ നടന്നു എന്ന് പറയും. സോ അങ്ങനെ എത്ര ഓസിലേഷൻസ് ഒരു യൂണിറ്റ് ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, സോ ഫ്രീക്വൻസി ഇസ് ഡിനോട്ടഡ് ബൈ the letter nu. Frequency is denoted by nu. SI unit of frequency എന്ന് പറയുന്നത് hertz ആണ്. Okay, so frequency is denoted by nu. SI unit of frequency hertz ആണ്. So number of oscillations that are taking place per unit time നെയാണ് നമ്മൾ frequency എന്ന് പറയുന്നത്. So അടുത്ത characteristic എന്ന് പറയുന്നതാണ് time period. So time period എന്താണ്, the time taken by two consecutive compressions or rarefactions to cross a fixed point. ഒരു particular point രണ്ട് കംപ്രഷൻ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ രണ്ട് റെയർഫാക്ഷൻ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. സോ ഒരു കംപ്ലീറ്റ് വേവ് ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് ടൈം പീരീഡ് എന്ന് പറയാം. ഇനി കംപ്ലീറ്റ് ഓസിലേഷൻ ഒരു പോയിന്റിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇതിനെ നമുക്ക് ടൈം പീരീഡ് എന്ന് പറയാം. സോ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ഓക്കെ, സോ ടൈം പീരീഡിന് നമ്മൾ ടി വെച്ചിട്ടാണ് പറയുക, ക്യാപിറ്റൽ ടി. ആൻഡ് ടൈം പീരീഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ഇവിടെ ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. സോ ടൈം പീരീഡിനെ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. ഓക്കെ, സോ ടൈം പീരീഡിൻ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ഓക്കെ, സോ ഫ്രീക്വൻസിനെ നമുക്ക് എഫ് അല്ലെങ്കിൽ ന്യൂ വെച്ചിട്ടാണെങ്കിലും പറയാം. ഓക്കെ, സോ ന്യൂ ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്റ്റർബൻസ് ഇൻ ദ മീഡിയം ഓൺ either സൈഡ് ഓഫ് ദി വേവ്. ഓക്കെ, സോ either സൈഡ് ഓഫ് ദിസ് വേവ്. സോ ഇഫ് യു പ്ലോട്ട് ദി സൗണ്ട് വേവ് ലൈക്ക് ദിസ്, ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പം ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, സോ ഇതായിരിക്കും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഓൺ either സൈഡ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇതായിരിക്കും. സോ ഒരു കംപ്രഷൻ സൈഡ് അല്ലെങ്കിൽ ഒരു റീജിയൻ ഓഫ് ഹൈ ഡെൻസിറ്റി എടുത്താൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്റ്റർബൻസ്. സോ ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ, റൈറ്റ്? സോ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. സിമിലർലി താഴേക്കുള്ള മാക്സിമം ഡിസ്റ്റർബൻസ്
അതിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഓൺ either side of this mean value. So if this is the mean value, on either side we can get the amplitude. Now ഇനി നിങ്ങൾ എടുത്തിട്ട് ചോദ്യം ചോദിക്കാം, നമ്മളെല്ലാവരും ഒരു എന്താണ് ഇപ്പം നിങ്ങളൊരു മ്യൂസിക്കൽ കൺസേർട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്കറിയാം അവിടെ ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ? വയലിൻ, ഗിറ്റാർ, തബല, അങ്ങനെ ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഒരേ സമയത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട് നിങ്ങളിലേക്ക് എത്തുന്നതും ഏകദേശം ഒരേ സമയത്തായിരിക്കും ഇത് പ്ലേ ചെയ്യുന്നതും ഒരേ സമയത്തായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നതും. പിന്നെ ഒരേ മീഡിയത്തിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നതും അല്ലേ? എയറിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ ഓരോ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് പല രീതിയിലാണ് അല്ലേ? ഓരോ ശബ്ദത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പം ഗിറ്റാർ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് പോലല്ല നിങ്ങൾ വയലിൻ്റെ സൗണ്ട് കേൾക്കാൻ പോകുന്നത്, അതുപോലല്ല നിങ്ങൾ തബ്ലേൻ്റെ സൗണ്ട് കേൾക്കാൻ പോകുന്നത് അല്ലേ? അപ്പം അതിനെന്തായിരിക്കും കാരണം? ആക്ച്വലി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി അല്ലേ? ഫ്രീക്വൻസി ഡിഫറൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും, പിച്ച് ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഈ സോഴ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സൗണ്ടിൻ്റെ സോഴ്സ്, ഓക്കെ, അപ്പം എന്തോരം വൈബ്രേഷൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സൗണ്ടിൻ്റെ ഫ്രീക്വൻസി. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ കേട്ട ആ ശബ്ദത്തിൻ്റെ പിച്ച്. ഓക്കെ, സോ ഇഫ് ഒത്തിരി വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ, ഇഫ് ദ സോഴ്സ് ഇസ് പ്രൊഡ്യൂസിങ് സോ മച്ച് ഓഫ് വൈബ്രേഷൻ, എന്താണ് ഫ്രീക്വൻസി ഓഫ് ദി സൗണ്ട് കൂടുതലായിരിക്കും. ഫ്രീക്വൻസി ഓഫ് ദി സൗണ്ട് കൂടുതലായിരിക്കും, ഓട്ടോമാറ്റിക്കലി പിച്ച് ഓഫ് ദ സൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പിച്ച് ഡിഫറൻസ് കാരണമാണ് നമ്മൾ ഈ പല ടൈപ്പ് ഓഫ് ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ലൗഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് സൗണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ആണ് ഈ ലൗഡ്നെസ്സും സോഫ്റ്റ്നെസ്സും ഒക്കെ സൗണ്ടിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഒരു ഹൈ പിച്ച് സൗണ്ടും ഒരു ലോ പിച്ച് സൗണ്ടും കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഹൈ പിച്ച് സൗണ്ട്, ആസ് വി ഓൾറെഡി ടോൾഡ്, ഫ്രീക്വൻസി കൂടുമ്പോഴത്തേക്കും എന്താണ് പിച്ച് കൂടി അല്ലേ? സോ ദിസ് കറസ്പോണ്ട്സ് ടു എ ഹൈ പിച്ച് സൗണ്ട് ആൻഡ് ഇതൊരു ലോ പിച്ച് സൗണ്ട് ഗ്രാഫാണ്. സോ യു ക്യാൻ സീ ദാറ്റ് എന്താണ് അവിടെ ഫ്രീക്വൻസി കുറവാണ് അല്ലേ? ഇവിടെ ഫ്രീക്വൻസി കുറവാണ്. സോ ഇറ്റ് കറസ്പോണ്ട്സ് ടു എ ലോ പിച്ച് സൗണ്ട്. ഓക്കെ, സോ വി നോ നമ്മളിനി അടുത്തായിട്ട് സ്പീഡ് ഓഫ് സൗണ്ടിന്റെ മീഡിയം നോക്കാൻ പോവാണ്. സോ സ്പീഡ് ഓഫ് സൗണ്ടിനെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം, ആസ് വി നോ സ്പീഡ് എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ സ്പീഡ് ഓഫ് സൗണ്ട് കാണാൻ വേണ്ടി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് v equal to lambda by t എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ലാംഡ വേവ് ലെങ്ത്, നിങ്ങൾക്ക് അറിയാം വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഈ വേവിന്റെ കേസിൽ ഡിസ്റ്റൻസിന് നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാൻ പറ്റും. സോ വേവ് ലെങ്ത് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദിസ് വേവ് ഇൻ എ പെർട്ടിക്കുലർ ടൈം പീരീഡ്. സോ ലാംഡ ബൈ ടി എന്ന് എഴുതാം, ടി സി ടൈം പീരീഡ്. സോ സ്പീഡിന് നമുക്ക് വേവ് ലെങ്ത് ബൈ ടൈം പീരീഡ് എന്ന് എഴുതാൻ പറ്റും. എഗെയിൻ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് ഫ്രീക്വൻസിന് നമുക്ക് 1 by ടൈം പീരീഡ് എന്ന് എഴുതാം അല്ലേ? ഫ്രീക്വൻസി ഇസ് 1 by ടൈം പീരീഡ്. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v is equal to ന്യൂ ഇൻറ്റു ലാംഡ എന്ന് എഴുതാലോ. 1 by ടൈം പീരീഡിന് പകരം നമ്മൾ ഫ്രീക്വൻസി ന്യൂ കൊടുത്തു. v is equal to ന്യൂ ലാംഡ എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഇക്വേഷൻ വിൽ ഗീവ് ദി സ്പീഡ് ഓഫ് സൗണ്ട്. ഇഫ് യു നോ ദി frequency, if we know the wavelength, we can determine this speed of the sound. So this is a very important equation. Okay, v equal to nu lambda. നല്ല ഇടി മിന്നലും മഴയൊക്കെ ഉള്ള ഒരു ദിവസം ഒരു മിന്നൽ വെട്ടുമ്പോഴത്തേക്കും നിങ്ങൾ പറയും എന്ത് ഇടി ഇപ്പം ഇടി വരും എന്നൊക്കെ പറയും അല്ലേ? അല്ലെങ്കിൽ മിന്നലിന്റെ ശക്തിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറയും വലിയ ഇടിയായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നൊക്കെ പറയും. ബട്ട് ആക്ച്വലി ആ ഇടിയും മിന്നലും ഒരേ സമയത്ത് നടന്നൊരു പ്രോസസ്സാണ് അല്ലേ? ഇടിയും മിന്നലും ഒരുമിച്ചാണ് സംഭവിച്ചത്. പക്ഷേ മിന്നൽ നിങ്ങൾ ആദ്യം കണ്ടു, ആ ശബ്ദം നിങ്ങൾ കുറച്ച് സമയത്തിന് ശേഷമാണ് കേൾക്കാൻ പോകുന്നത്. ഈവൻ ദോ അത് രണ്ടും ഒരുമിച്ച് നടന്നെങ്കിലും മിന്നൽ നിങ്ങൾ ആദ്യം കണ്ടു, അല്ലെങ്കിൽ വെളിച്ചം നിങ്ങൾക്ക് ആദ്യം കിട്ടി, പക്ഷെ ശബ്ദം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഡെഫിനറ്റ്ലി വി നോ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ഓർ സ്പീഡ് ഓഫ് സൗണ്ട് ഇസ് ലെസ് ദാൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായതുകൊണ്ട് അത് ആദ്യം നമ്മളിലേക്ക് എത്തി. സ്പീഡ് ഓഫ് സൗണ്ട് കുറവായതുകൊണ്ട് അത് നമ്മളിലേക്ക് എത്താൻ കുറച്ചും കൂടെ സമയം പിടിക്കും അല്ലേ? സോ ദാറ്റ് ഇസ് ഇറ്റ്. സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വേരിയസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മീഡിയം. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ദി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെൻറ്റ് മീഡിയം. ഓരോ മീഡിയത്തിലും സ്പീഡ് ഓഫ് സൗണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? Definitely the characteristics of that medium. Okay, so the speed of the sound will depend on the properties of the medium through which the sound is traveling. Sound travel ചെയ്യുന്ന മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസ് ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും എന്താ സൗണ്ടിന്റെ സ്പീഡ്. ഓക്കെ, ആ മീഡിയത്തിൽ കൂടുതൽ സ്പീഡ്. അനദർ ഫാക്ടർ എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി മീഡിയം. ഓക്കെ, ഒരു മീഡിയത്തിന്റെ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ, നമ്മൾ ആ ടെമ്പറേച്ചർ മീഡിയത്തിന് കൂട്ടുവാണെങ്കിൽ എന്താണ് സ്പീഡ് ഓഫ് സൗണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും. Okay, another thing is like the speed of sound will decrease as we go from solid to gaseous state.
ഇനി നിങ്ങളൊരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഒരു കമ്പാരിസൺ മീഡിയത്തിൽ കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് വിൽ ബി മാക്സിമം ഇൻ സോളിഡ്സ്. ഓക്കെ, ദെൻ ലിക്വിഡ്സ്, ദെൻ ഗ്യാസസ്. ഗ്യാസസിലായിരിക്കും സൗണ്ട് ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്നത്. Now we come to the reflection of സൗണ്ട്. നമ്മൾ ഇനീഷ്യലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് ബാത്റൂമിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ സൗണ്ടിൻ്റെ ഒരു പ്രത്യേകത ആണ് അല്ലേ? അതിൻ്റെ ഒരു ആൻസറിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കുന്ന പോലെ തന്നെ പറയാൻ പറ്റും. സെയിം ലോസ് ആർ ആപ്ലിക്കബിൾ ഹിയർ ഓൾസോ. എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണെന്നാണ് അല്ലേ? നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ പഠിച്ച ലോസ് ആണ്. എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. അത് നിങ്ങൾക്ക് സൗണ്ടിന്റെ കേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ ലോ തന്നെയാണ്. അതായത് എന്താണ്? ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദി സൗണ്ട് ഈസ് ഇൻസിഡന്റ്. അതായത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, ഇവരെല്ലാം ഒരേ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത് രണ്ടും നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ കേസിൽ പഠിച്ച ലോസ് ആണ്. അത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനും ആപ്ലിക്കബിൾ ആണ്. ജസ്റ്റ് ലൈക്ക് ലൈറ്റ് ഇസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ്, സൗണ്ടും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡഡ് അതിന്റെ ആ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് റിഫ്ലക്ഷന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടെങ്കിൽ സൗണ്ട് വിൽ ഓൾസോ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഓക്കെ, സോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രോസസ്സാണ് എക്കോ. എക്കോ എക്സ്പീരിയൻസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല അല്ലേ? നിങ്ങളൊരു ടോൾ ബിൽഡിങ്ങിൻ്റെയോ അല്ലെ മൗണ്ടൻ പോലെ ഹിൽസ് മൗണ്ടൻസിൻ്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആ ശബ്ദം നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ കേൾക്കും അല്ലേ? ആ ശബ്ദം നിങ്ങൾ ഒരു ഇച്ചിരി ടൈം ഡിലേ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ കേൾക്കും. സോ ആ പ്രോസസ്സാണ് എക്കോ. ഇറ്റ്സ് വെരി ഫെമിലിയർ ഫോർ യു. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ആ എക്കോ കേൾക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എക്കോ കേൾക്കാനുള്ള കണ്ടീഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകും. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് നോക്കാം, ഒരു എക്കോ കേൾക്കണമെങ്കിൽ നമ്മളും സൗണ്ടിന്റെ പ്രൊഡ്യൂസറും ഒബ്സ്റ്റക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ സെൻസേഷൻ ഓഫ് ദി സൗണ്ട് വിൽ പെർസിസ്റ്റ് ഇൻ അവർ ബ്രെയിൻ ഫോർ അബൌട്ട് 0.1 സെക്കൻഡ്. സൗണ്ടിന്റെ സെൻസേഷൻ നമ്മുടെ ബ്രെയിനിൽ 0.1 സെക്കൻഡോളം ഉണ്ടായിരിക്കും. സോ ഒരു നമ്മൾ എക്കോ കേൾക്കണമെങ്കിൽ എന്താണ് ദി ഇന്റർവെൽ, ദി ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദി പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതും നമ്മൾ സൗണ്ട് കേട്ടതും തമ്മിലുള്ള ടൈം ഇന്റർവെൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.1. Okay, so to hear an echo, the time interval must be at the least 0.1 second. Sound produce ചെയ്ത് സൗണ്ട് കേൾക്കുന്നതും ഇന്റെയും ഇടയിലുള്ള ശബ്ദം 0.1 സെക്കൻഡ്സിന് മുകളിലാണെങ്കിലാണ് നമുക്ക് എന്ത് എക്കോ കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി the sound must go to the obstacle and reach back to the listener on reflection after 0.1 second. അതാണ് ഈ പോയിന്റും പറയുന്നത്. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു ഒബ്സ്റ്റക്കിളിൽ ചെന്ന് അവിടെ തട്ടി റിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്ത് തിരിച്ച് നമ്മളിലേക്ക് എത്തുമ്പോൾ ആ എടുത്ത ടൈം എന്ന് പറയുന്നത് അറ്റ് ദ ലീസ്റ്റ് 0.1 സെക്കൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 0.1 സെക്കൻഡിന് മുകളിൽ ടൈം എടുത്തിരിക്കണം ഈ ഒരു പ്രോസസ്സ് നടക്കാൻ. എൻ്റെ പ്രോസസ്സ് നടക്കാൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഓബ്സ്റ്റക്കിളിൽ ചെന്ന് തട്ടി തിരിച്ച് നമ്മളിലേക്ക് എത്താൻ ആ ഒരു ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡിന് മുകളിലേക്ക് ആയിരിക്കണം. ഇനി ദി മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദി ഓബ്സ്റ്റക്കിൾ ഫ്രം ദി സോഴ്സ് മസ്റ്റ് ബി 17.2 മീറ്റർ. ഓക്കെ, സോ ഒബ്സ്റ്റക്കിളിൽ നിന്ന് സോഴ്സ് ഓഫ് സൗണ്ടിനുള്ള ദൂരം എന്ന് പറയുന്നത് അറ്റ് ദ ലീസ്റ്റ് ഇറ്റ് ഹാസ് ടു ബി 17.2 മീറ്റർ ആയിരിക്കണം. സോഴ്സ് ഓഫ് സൗണ്ടും ഇവിടെയാണ് നമ്മുടെ ഓബ്സ്റ്റക്കിൾ എന്ന് വെക്കുക, ഇത് നമ്മുടെ ഓബ്സ്റ്റക്കിൾ ആണെന്ന് വെക്കുക. സോ സോഴ്സ് ഓഫ് സൗണ്ടും ഈ ഓബ്സ്റ്റക്കിൾ നമ്മളുടെ ഡിസ്റ്റൻസ് അറ്റ് ദ ലീസ്റ്റ് 17.2 മീറ്റർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എക്കോ കേൾക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ചെന്ന് സൗണ്ട് സ്ട്രൈക്ക് ചെയ്ത് തിരിച്ച് നമ്മളിലേക്ക് എത്താൻ 0.1 സെക്കൻഡിന് മുകളിൽ എന്ത് സമയം എടുത്തിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് നമ്മൾ എക്കോ കേൾക്കുന്നത്. ഇനി എങ്ങനെയാണ് ഡിസ്റ്റൻസ് 17.2 മീറ്റർ വന്നതെന്ന് നമുക്ക് നോക്കാം. സോ വി കൺസിഡർ ദി സ്പീഡ് ഓഫ് സൗണ്ട് ടു ബി 344 meter per second. Okay, so we consider the speed of sound to be 344 meter per second at a particular temperature. ഇനി ഇങ്ങനെ എടുത്തൊരു സൗണ്ട് നമുക്കറിയാം, the sound should go to the obstacle, it should come back to us on reflection, and we have specified a time 0.1 second. 0.1 second time at the least എടുത്തിരിക്കണം അല്ലേ? സോ സ്പീഡ് ഓഫ് സൗണ്ട് നമുക്കറിയാം 344 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഇത് എടുത്ത ടൈം എന്ന് പറയുന്നത് അറ്റ് ദ ലീസ്റ്റ് 0.1 സെക്കൻഡ് ആണ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് അല്ലേ? ഇഫ് യു നോ ദി സ്പീഡ് ഓഫ് സൗണ്ട് വി നോ ദാറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഈ ഡി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഡി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? ഡി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ നമ്മൾ ഈ ഗിവൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we have 344 meter per second into 0.1. So that will give 34.4 എന്ന് നമുക്ക് കിട്ടും. So the total distance എന്ന് പറയുന്നതാണ് 34.4. You can see here 34.4 ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്.
അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് സൗണ്ട് ഒരു ഒബ്സ്റ്റക്കിളിൽ ചെന്നിടിച്ച് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തി അത്രയും ദൂരം. അപ്പോൾ സൗണ്ട് ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടലാണ് 34.4 മീറ്റർ. ഓക്കെ, ഇനി എക്കോ കേൾക്കണമെങ്കിൽ ഒബ്സ്റ്റക്കിളിന്റെ ദൂരം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സൗണ്ടിൽ നിന്ന് ഒബ്സ്റ്റക്കിളിന്റെ ദൂരം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിന് പകുതി മതിയല്ലോ. അതായത് ഇതെന്ന് പറഞ്ഞാൽ സൗണ്ട് ഒബ്സ്റ്റക്കിളിൽ ചെന്ന് തിരിച്ച് സോഴ്സിലേക്ക് എത്താൻ എടുത്ത സമയം കൂടി ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പം നമ്മൾ ഒബ്സ്റ്റക്കിൾ വരെയുള്ള ദൂരം, സോഴ്സ് ഓഫ് സൗണ്ടും ഒബ്സ്റ്റക്കിൾ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഇതിന്റെ പകുതി മതി. ദാറ്റ് ഇസ് 17.2 മീറ്റർ. സോ അറ്റ് ലീസ്റ്റ് ഒരു 17.2 മീറ്റർ എങ്കിലും സോഴ്സ് ഓഫ് സൗണ്ടും ഒബ്സ്റ്റക്കിളും തമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് എക്കോ കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമ്മൾ മറ്റൊരു റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന്റെ മറ്റൊരു ഇതാണ് പഠിക്കുന്നത്, ദാറ്റ് ഇസ് റിവർബറേഷൻ. സോ റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മളൊരു ഹാൾസിലോ ഒരു കോൺഫറൻസ് ഹാളിലും സെമിനാർ ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശബ്ദം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബൂമിങ് എഫക്റ്റ് ഒക്കെ ചിലപ്പോൾ കേൾക്കാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സാണ് റിവർബറേഷൻ. ദാറ്റ് ഇസ് ദി പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഡ്യൂ ടു ദി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, സോ ഈ സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണമാണ് റിവർബറേഷൻ സംഭവിക്കുന്നത്. ഇപ്പം റിവർബറേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും റിവർബറേഷൻ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള റിവർബറേഷൻ നമുക്ക് അൺഡിസൈറബിൾ ആണ്. സോ റിവർബറേഷനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ളതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ബിഗ് ഹാൾസ്, സിനിമ ഹാൾസ് അല്ലെങ്കിൽ അവിടെയൊക്കെ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന്റെ അപ്പുറത്തേക്കുള്ള റിവർബറേഷൻ നമുക്ക് ആവശ്യമില്ല. സോ അത് സൗണ്ടിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞ നമ്മുടെ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ ബാത്റൂമിൽ നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അല്ലേ? സോ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് തന്നെയാണ്. പക്ഷെ ബാത്റൂമിൽ നമുക്കറിയാം റിഫ്ലക്ഷൻ നടക്കുമെങ്കിലും എക്കോ സംഭവിക്കത്തില്ല അല്ലെ? ബാത്റൂമിൽ എക്കോ സംഭവിക്കത്തില്ല. കാരണം നമ്മുടെ വാൾസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 17.2 മീറ്ററിലും അപ്പുറത്തേക്കൊന്നും അല്ല നിൽക്കുന്നത് അല്ലെ? വാൾസ് ആർ മച്ച് ക്ലോസ് ടു അസ്, നമ്മുടെ അടുത്തായിരിക്കും. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ജസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് സംഭവിക്കുക. ഓർ വി ക്യാൻ സേ ദാറ്റ് അവിടെ റിവർബറേഷൻ ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആ ശബ്ദം നമ്മൾ കേൾക്കുന്നു, ഇനി റിഫ്ലക്ഷന് ശേഷം വരുന്ന ശബ്ദവും നമ്മൾ കേൾക്കുന്നുണ്ട്. സോ അവിടെ ആ ഒരു ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദി ഒറിജിനൽ സൗണ്ട് ആൻഡ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. ബട്ട് ഇത് രണ്ടും ഒരുമിച്ചുമല്ല നടക്കുന്നത്, ബട്ട് വലിയൊരു ഗ്യാപ്പും ഇല്ല. അപ്പോൾ വൺ ആഫ്റ്റർ ദ അതർ ആയിട്ട് ഈ ശബ്ദം നമ്മൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതാണ് ആ സൗണ്ടിന് ആ ഒരു പ്രത്യേക എഫക്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, സോ റിവർബറേഷൻ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. ഓക്കെ, നൗ ഇനി യൂസസ് ഓഫ് ദിസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കുറച്ച് യൂസസ് നോക്കാം. ഓക്കെ, സോ ഒരു മെഗാഫോൺസ്, ഹോൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ അവർക്കൊരു കോണിക്കൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ദി സൗണ്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഓർ സൗണ്ട് വിൽ ബി മെയ്ഡ് ടു പ്രൊപ്പഗേറ്റ് ഇൻ വൺ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അവിടെ സൗണ്ട് സെൻഡ് ചെയ്യപ്പെടുന്നത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രെഡിങ് ഇറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ് ഇസ് അനദർ മെഡിക്കൽ, സോ ഇറ്റ്സ് എ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻ ഓർഡർ ടു ഗെറ്റ് ദി ഡിറ്റക്ട് ദി ഹാർട്ട് ബീറ്റ്സ് ആൻഡ് ഓൾ അല്ലെ? ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ ഹാർട്ട് ബീറ്റ്സിന്റെ ശബ്ദം കേൾക്കുന്നത്, സ്റ്റെതസ്കോപ്പ് കൂടെ കേൾക്കുന്നത് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ വഴി ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ സിനിമ ഹാൾസ്, കോൺഫറൻസ് ഹാൾസ് അവിടേക്ക് കർവ്ഡ് സീലിംഗ്സ് ഉണ്ടാക്കും. സോ കർവ്ഡ് സീലിംഗ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ദാറ്റ് ദി സൗണ്ട് വിൽ അണ്ടർഗോ റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ് ക്യാൻ റീച്ച് ടു ദി ഹോൾ ഏരിയ. എല്ലാ സ്ഥലത്തും ഈ ശബ്ദത്തിന് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കർവ്ഡ് സീലിംഗ്സ് ഒക്കെ ഉണ്ടാക്കും. സോ റിഫ്ലക്ഷൻ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കും. അങ്ങനെ സൗണ്ടിന് ഓൾ സൈഡ്സ് അല്ലെങ്കിൽ എല്ലാ കോർണേഴ്സിലും ശബ്ദത്തിന് ട്രാവൽ ചെയ്ത് എത്താനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, അനദർ സംഭവം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റേഞ്ച് ഓഫ് ഹിയറിംഗ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സൗണ്ട് വേവ്സ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ എല്ലാ ഫ്രീക്വൻസി സൗണ്ട്സും നമുക്ക് കേൾക്കാൻ പറ്റുമോ? നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ എല്ലാ ഫ്രീക്വൻസിയും കേൾക്കാൻ പറ്റുമോ? ആക്ച്വലി പറ്റത്തില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് ഉണ്ട്. അതാണ് 20 Hz to 20 kHz അല്ലെങ്കിൽ 20 Hz to 20,000 Hz. ഈ ഒരു റേഞ്ചിലുള്ള ശബ്ദം മാത്രമേ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ പറ്റുള്ളൂ. പ്ലീസ് ബി ഷുവർ ദാറ്റ് we are talking about human beings. എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും പറ്റിയല്ല, we are talking about human beings. നമ്മൾ ഹ്യൂമൻസിന് 20 Hz to 20 kHz അല്ലെ 20 Hz to 20,000 Hz വരെയുള്ള ഫ്രീക്വൻസീസ് മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത്. ഇനി there are other frequency range അല്ലെ? 20 Hz താഴെയുള്ള ഫ്രീക്വൻസി ഓഫ് സൗണ്ടിനെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാ സൗണ്ട് എന്ന് വിളിക്കും. അതുപോലെ തന്നെ 20,000 Hz മുകളിലുള്ള ഫ്രീക്വൻസിനെ നമ്മൾ അൾട്രാസൗണ്ട് അല്ലെ അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ഈ ഇൻഫ്രാസൗണ്ടും അൾട്രാസൗണ്ടും ഒക്കെ കേൾക്കാൻ പറ്റുന്ന വേറെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ഓക്കെ, സോ വി ടോൾഡ് ഇൻഫ്രാസൗണ്ടിന്റെ ഫ്രീക്വൻസി എന്താണ്? ലെസ് ദാൻ 20 Hz. ഓക്കെ, സോ ലെസ് ദാൻ 20 Hz ആണെങ്കിൽ
നമുക്ക് നമ്മളതിനെ ഇൻഫ്രാസൗണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. ഇപ്പോൾ റൈനോസേഴ്സ് ഒക്കെ ഇൻഫ്രാസോണിക് സൗണ്ട് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് എലിഫൻസ് ഒക്കെ ഇൻഫ്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അൾട്രാസോണിക് സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? സോ ദ ഫ്രീക്വൻസി വിൽ ബി ഗ്രേറ്റർ ദാൻ 20,000 hertz. Okay. The frequency will be greater than 20,000 hertz അല്ലെങ്കിൽ 20 kilohertz എന്ന് നമുക്ക് പറയാം. So that is ultrasound. Ultrasound പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ബാറ്റ്സ്. ഓക്കെ, ബാറ്റ്സ് അൾട്രാസൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കമ്മിങ് സ്ലൈഡിൽ കാണാൻ പറ്റും. സോ ദാറ്റ് ഇസ് ഇറ്റ്. നമ്മുടെ റേഞ്ച്, ഹ്യൂമൻ ബീങ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 hertz to 20 kilohertz വരെയാണ്. ഇനി അതിന് താഴെയുള്ള ഫ്രീക്വൻസിനെ, 20 hertzന് താഴെയുള്ള ഫ്രീക്വൻസിനെ നമ്മൾ ഇൻഫ്രാസൗണ്ട് എന്ന് പറയും. 20 kilohertzന് മുകളിലുള്ള സൗണ്ടിനെ നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറയും. ഈ ഫ്രീക്വൻസീസ് ഒന്നും നമുക്ക് ഓഡിബിൾ അല്ല, നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. നൗ ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ക്ലീൻ പാർട്സ് ദാറ്റ് ആർ ഹാർഡ് ടു റീച്ച്. ഓക്കെ, ഇപ്പം ചില ഇൻസ്ട്രുമെൻസോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൈ എത്താൻ പറ്റില്ലാത്ത ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഈ എക്യുപ്മെൻറ്റ് നമ്മൾ ക്ലെൻസിങ് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അൾട്രാസൗണ്ട് ഇസ് പാസ് ടു ദിസ് ക്ലെൻസിങ് സൊല്യൂഷൻ. അപ്പം ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ക്ലെൻസിങ് സൊല്യൂഷന് ദാറ്റ് ഹാർഡ് ടു റീച്ച് ഏരിയാസിലൊക്കെ എത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ultrasound can be used to detect the cracks and flaws in various metal blocks or such equipments. Again, it is used in echocardiography. Echocardiography എന്താണ്? അതായത് റിഫ്ലക്ഷൻ ഓഫ് അൾട്രാസൗണ്ട് കൂടെ നമുക്ക് ഹാർട്ടിൻ്റെ ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോകാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. Again, ultrasound scanner is there which is used to detect various internal organs in our body. Okay, so these are the various uses of ultrasound. Another important use of ultrasound ആണ് sonar. So sonar means sound navigation and ranging. Okay, so sonar എന്താ സംഭവിക്കുന്നത്? സോണാർ എന്തിനാ ഉപയോഗിക്കുന്നത്? സോണാർ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓർ ഡെപ്ത് ഓഫ് എ സീ, അല്ലെങ്കിൽ സീ ബെഡിലുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാൻ, എന്തിനെങ്കിലും ലൊക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സോണാർ ഉപയോഗിക്കാം. സോ സോണാറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണാർ വിൽ ഹാവ് എ ട്രാൻസ്മിറ്റർ ആസ് വെൽ ആസ് എ ഡിറ്റക്ടർ. അപ്പോൾ ഈ ഒരു അൾട്രാസോണിക് സൗണ്ടിൻ്റെ സോഴ്സിനെ നമ്മളൊരു ഷിപ്പിലോ എന്തെങ്കിലും വെച്ചിരിക്കുമായിരിക്കും. സോ ഇറ്റ് വിൽ ഓൾസോ ഹാവ് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും, അതായത് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എഗെയിൻ ഒരു ഡിറ്റക്ടർ അല്ലെങ്കിൽ ഒരു റിസീവർ ഉണ്ടായിരിക്കും. സോ ഈ സൗണ്ട് റിഫ്ലക്ട് ചെയ്യപ്പെട്ട് സൗണ്ട് ഒരു ഓബ്സ്റ്റക്കിളിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് കളക്ട് ചെയ്യുന്നത് ഈ ഡിറ്റക്ടർ അല്ലെങ്കിൽ റിസീവർ ആയിരിക്കും. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇത് ഈ അൾട്രാസോണിക് സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റും. ഓക്കെ, സോ അവിടെ കൺവേർട്ട് ചെയ്യും. സോ അതാണ് ഈ പ്രോസസ്സ്. സൗണ്ട് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. So it will travel through the sea and it reaches the obstacle or seabed and it will come back and will be collected by the detector where this ultrasonic sound will be converted to electrical signals. അപ്പോൾ നമുക്കിവിടെ എന്താ കാണേണ്ടത്? ശരിക്കും നമുക്ക് ആ ഡെപ്ത് ഓഫ് ദ സീ ആ കാണേണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യാൻ, എന്തിൻ്റെങ്കിലും ദൂരം കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിൽ, സീബെഡിലുള്ള അണ്ടർ വാട്ടർ ആയിട്ടുള്ള എന്തെങ്കിലും ദൂരമൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണാർ ഉപയോഗിക്കാൻ പറ്റും. സോ ഇഫ് വി നോ ദി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ വാട്ടർ, സൗണ്ടിൻ്റെ വെലോസിറ്റി, വെള്ളത്തിലെ വെലോസിറ്റി നമുക്ക് അറിയാമെങ്കിൽ, അതുപോലെ തന്നെ ടൈം ടേക്കൺ ഫോർ ദിസ് കംപ്ലീറ്റ് പ്രോസസ്സ്, അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് താഴെ പോയി സ്ട്രൈക്ക് ചെയ്ത് തിരിച്ച് നമ്മളിലേക്ക് എത്തിയ ടൈമും അറിയാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ഡിസ്റ്റൻസ് ഇസ് വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പം ഇഫ് യു നോ ദി സ്പീഡ് ഓഫ് സൗണ്ട്, ഇഫ് യു നോ ദി ടൈം ടേക്കൺ ഫോർ ദിസ് കംപ്ലീറ്റ് പ്രോസസ്, ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർ വാട്ട് എവർ വി ആർ ഇൻറ്റൻഡിങ് ടു. നമ്മൾ എന്ത് ഡിസ്റ്റൻസ് ആണോ അല്ലെ എന്താണോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ആ ദൂരം അതിൻ്റെ ദൂരം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നിക്ക് വഴി സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്ത് ബാറ്റ്സ് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം, അല്ലേ? സോ ബാറ്റ്സ് ഇങ്ങനെയാണ് അതിൻ്റെ പ്രേനെ ക്യാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അത് സഞ്ചരിക്കുന്ന വഴിയിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രേയെ ക്യാച്ച് ചെയ്യുന്നതൊക്കെ ഈ ഒരു അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴിയാണ്. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്സ് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഈ സൗണ്ട് ഒരു ഒബ്സ്റ്റക്കിളിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. Okay, so it can be anything. Okay, it can be any other insect, any other bird or any other obstacle on its path. ഇനി അതിനുശേഷം ഈ അൾട്രാസോണിക് സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ബാറ്റ്സിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ തിരിച്ചെത്തുമ്പോൾ ആ എത്തുന്ന സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വഴി ബാറ്റ്സിന് അറിയാൻ പറ്റും ആക്ച്വലി എന്താണ് അതിൻ്റെ പാത്തിലുണ്ടായിരുന്നതെന്ന്. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട്, അതായത് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒബ്സ്റ്റക്കിളിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്തത് തിരിച്ച് ബാറ്റ്സിലേക്ക് എത്തുന്നു. ആ ഒരു സൗണ്ടിൻ്റെ പ്രത്യേകത, അവരിലേക്ക് തിരിച്ചെത്തിയ സൗണ്ടിൻ്റെ പ്രത്യേകത വഴി അവർക്ക് അറിയാൻ പറ്റും എന്തായിരുന്നു അവരുടെ പാത്തിലുണ്ടായിരുന്ന ഒബ്സ്റ്റക്കിൾ, ഏതൊരു ഇച്ചൊരു പ്രേ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് അവർക്ക് അറിയാൻ പറ്റും.
സോ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ബാറ്റ്സ് വിൽ ക്യാച്ച് ദെയർ പ്രേ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സൗണ്ടിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. ഓൾസോ നമുക്ക് മനസ്സിലായി എന്ത് സൗണ്ടിന് ഒരു മീഡിയം വേണമെന്ന് മനസ്സിലായി, സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. വി ഓൾസോ സ്റ്റഡിഡ് അബൌട്ട് അൾട്രാസോണിക് സൗണ്ട് ആസ് വെൽ ആസ് ഇറ്റ്സ് യൂസസ് അല്ലേ. ആൻഡ് ഓൾസോ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ലേ, ഒരു പുതിയ കാര്യമാണ്, അത് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്തു. സോ നമ്മളിന്ന് പഠിച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ വീഡിയോസ്, മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ടിൽ ദെൻ, താങ്ക് യു. Manorama Horizon. Learning made simple.